അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എൻ്റെ കുടുംബത്തെയും എന്നെ ഉയർത്തിയതിനോർത്ത് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജിബിത. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എന്നിരുന്നാലും ഞാൻ ജപമാലകളും വിശുദ്ധ കുർബാനയും മുടങ്ങാതെ കൂടാറുണ്ട്. ഞാൻ UAE ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു 6 ഇയേഴ്സായി. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു കൺട്രിയിലോട്ട് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പല പല കൺട്രീസും റിസർച്ച് ചെയ്തു. പക്ഷേ എല്ലാം ഫൈനൽ സ്റ്റേജിലെത്തും. പക്ഷേ ഫെയിലിയർ ആയിരുന്നു എല്ലാം. അങ്ങനെ ഓസ്ട്രേലിയ എന്നൊരു കൺട്രിയെ കുറിച്ചൊരു ചോയ്സ് വന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ എക്സാം എഴുതി. ക്യാപ്സ് എക്സാം ആയിരുന്നു. എക്സാം എഴുതി, ഇംഗ്ലീഷ് എക്സാമും ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു സ്പോൺസർഷിപ്പ് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്തും ഇതുപോലെ കുറേ മെയിലുകളും കുറേ സ്പോൺസേഴ്സിനെയും റിക്രൂട്ടേഴ്സിനെയൊക്കെ സെർച്ച് ചെയ്യും. പക്ഷേ അവസാനം ഫൈനൽ സ്റ്റേജിലെത്തും. പക്ഷേ അത് റിജക്ഷൻ ആയിരിക്കും. അങ്ങനെ നവംബർ 2024 ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ സമയത്ത് എനിക്ക് UAE ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിൽ എനിക്ക് സാലറി 5 months ഡിലേ ആയിരുന്നു. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ വിശുദ്ധ കുർബാന നടക്കുമായിരുന്നു. അപ്പം ഞാൻ കേൾക്കുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, അതായിരുന്നു കേട്ടോണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കുടുകുടാ കണ്ണുനീര് വരുമായിരുന്നു. അപ്പം ഈശോയുടെ സ്നേഹം ഇങ്ങനെ അലഞ്ഞു വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. തിരിച്ച് ഞാൻ UAE വിത്തിൻ 2 weeks എൻ്റെ 5 months സാലറി ഒരുമിച്ച് കിട്ടിയായിരുന്നു. എന്നും പിന്നെ മാതാവിനോട് ഇന്നും പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കണം, ഓൺലൈൻ ഉടമ്പടി അവസരമുണ്ട്, നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ സെർച്ച് ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുത്തു. അത് എൻ്റെ മെയിൻ നിയോഗം ഇതുപോലെ ഓസ്ട്രേലിയയിൽ മൂവ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു. ഫാമിലി ആയിട്ട് എനിക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പം അവരെ വിട്ടിട്ട് മാറി നിൽക്കാനുള്ള ഓപ്ഷൻ എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫാമിലി ആയിട്ട് മൂവ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുവാണ്. ഈ ഈശോയുടെ ക്രൂശിത രൂപത്തിന് മുമ്പായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ 33 എന്ന് കേൾക്കുന്നു, 33 കേൾക്കുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ സാക്ഷ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ 33 ഡേയ്സിനകം എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാണും എന്നറിയാം. അപ്പം ഞാൻ 33 ഡേ കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വന്നില്ല. പക്ഷേ എനിക്ക് മുമ്പായിട്ടൊരു ദൂതനെ ദൈവം അയച്ചു. എനിക്ക് വേണ്ടി ഒരു ദൂതൻ ചെന്ന് ഒരു സ്പോൺസറിൻ്റെ കോണ്ടാക്റ്റ് വന്നു. ആ ഒരു ഫ്രണ്ട് എംപ്ലോയറിനോട് സംസാരിക്കുകയും എന്നെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ബ്രീഫ് ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. പക്ഷേ എൻ്റെ എംപ്ലോയർ ഒരിക്കലും ഒരു മലയാളിയെ എടുക്കാൻ പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ സ്വപ്നം കാണുവാണ്, നമ്മുടെ അച്ഛനൊക്കെ സ്വപ്നം കാണുവാണ്, ജോസഫ് അച്ഛൻ്റെ സ്വപ്നം കാണുവാണ്. അച്ഛൻ പറയുകയാണ്, മോളെ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിൻ്റെ നാവിൽ മാതാവിൻ്റെ ഒരു തുള്ളി തേൻ മതി, ആരൊക്കെ നിന്നെ വിഷമിച്ചാലും അത് മധുരമാക്കി മാറ്റി തരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഞാൻ എന്നും എൻ്റെ എംപ്ലോയർക്ക് വേണ്ടിയും എനിക്കും വേണ്ടി ഞാൻ എന്നും തേൻ നാവിലെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സെയിം എംപ്ലോയർ എന്നെ വിളിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രൊഫൈൽ നോക്കി, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഓഫർ ലെറ്റർ പെട്ടെന്ന് തന്നെ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ UAE വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഒരു 12 o'clock ആയപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു 12:30 ആയപ്പം 1 മണിയായപ്പം എംപ്ലോയർ വിളിക്കുക. ഓസ്ട്രേലിയയിലെ ടൈമിൽ അപ്പം മോർണിംഗാണ്. അപ്പം അവർ വിളിക്കുകയാണ്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ പോവാണ്, നീ ഇൻ്റർവ്യൂവിന് റെഡി ആയിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു 200 പേജ് നോട്ട്ബുക്കിൽ ഫുൾ ChatGPT ഒക്കെ നോക്കി ഇൻ്റർവ്യൂവിനെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു. പക്ഷേ ഞാനൊന്നും വായിച്ചതുപോലും ഇല്ല. പക്ഷേ ഞാൻ ഈ ഉടമ്പടിയിൽ നിൽക്കുന്നതുകൊണ്ട് പ്രാർത്ഥനകളും ജപമാലകളും പ്രസംഗങ്ങളും ഉടമ്പടി ധ്യാനം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഞാൻ ഇനി 1 മണിക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് ഇപ്പം പഠിക്കുന്നത്, ഇപ്പം സാർ ചോദിക്കുവാണെങ്കിൽ എന്ത് ഞാൻ ഇപ്പോൾ പറയുക. അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. കോൾ ചെയ്യായിരുന്നു, വീഡിയോ കോൾ പോലും അല്ലായിരുന്നു, വെറുതെ കോൾ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത്, നീ ക്രിസ്ത്യനാണോ? അപ്പം ഞാൻ പറഞ്ഞു ക്രിസ്ത്യനാണ്. നീ ക്രിസ്ത്യൻസിൽ എന്തെല്ലാം പ്രാക്ടീസസ് ആണ് ചെയ്യുന്നത്? ഹോളി മാസ്, ഹോളി റോസ്റ്ററി ഒക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാറുണ്ട്. ഓക്കെ, യു ആർ സെലക്റ്റഡ്.
ഇതായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഒരു ഓസ്ട്രേലിയൻ എന്ന് പറഞ്ഞ കൺട്രിയിൽ ഒരു ഫാർമസിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ പല പല സബ്ജക്ട്സ്, പല പല സിനാരിയോസ്, എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വരാമെങ്കിലും പരിശുദ്ധമ്മ എന്നെ ലൈറ്റ് വെയ്റ്റിംഗ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഈ 2 കാര്യങ്ങളിലൂടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. പിന്നെ അമ്മയുടെ അടയാളമായിട്ട് ആ ഇൻ്റർവ്യൂ സമയത്ത് ആ എംപ്ലോയർ ഒരു മലയാളിയോട് സംസാരിക്കുകയാണ്. ആ മലയാളി എന്നോട് പറയുന്നു, നസ്രത്ത് കോളേജ് ഓഫ് ഫാർമസി എന്നാണ് പുള്ളിക്കാരി പഠിച്ചതെന്ന്. പക്ഷേ നസ്രത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ സൗണ്ടും കേട്ടപ്പോൾ ആ 2:30 സമയത്ത് എനിക്ക് വന്നത് പരിശുദ്ധ അമ്മ മാത്രമാണ്. ആ ഒരു അടയാളം അമ്മ എനിക്ക് കാണിച്ചു തന്നു, നസ്രത്ത് എന്നുള്ളൊരു വേർഡ്. അതിൽ ഞാൻ എല്ലാം വീണുപോയി. ഞാൻ കരഞ്ഞു, നല്ലതായിട്ട് കരഞ്ഞു. എനിക്ക് ഒത്തിരി വിഷമമായി, സങ്കടമായി, എല്ലാം സന്തോഷം കൊണ്ടൊന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു എൻ്റെ ഓഫർ ലെറ്റർ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിസ പ്രോസസ്സിങ്ങിൽ വിട്ടു. വിസ പ്രോസസ്സിങ്ങിൽ ദൈവം അനുഗ്രഹിച്ച് എല്ലാം ഓക്കെ ആയിട്ട് ഡിസംബർ 17 7 എന്നുള്ള അമ്മയുടെ അടയാളത്തിൻ്റെ നമ്പറായിട്ട് എനിക്ക് വിസ ഗ്രാൻഡായിട്ട് കിട്ടി. അങ്ങനെ ഫാമിലിയായിട്ട് എല്ലാവർക്കും വിസ ഗ്രാൻഡായി. അങ്ങനെ ഞങ്ങൾ അടുത്ത മാസത്തേനും പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനത് ആൾത്താരെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ എൻ്റെ റിലേറ്റീവ്സിനോട് പറയത്തുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആത്മീയ തലത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു കുഞ്ഞു റോസറി ഗ്രൂപ്പുണ്ട്. ഞാൻ എല്ലാവരെയും കൊണ്ടും ഒരു റോസറി പോലും എത്തിക്കാൻ പറ്റാത്തവരോടെ കൊണ്ട് ഞങ്ങൾ റോസറി ചെല്ലിക്കുന്നുണ്ട്. റോസറി ചെല്ലാൻ വേണ്ടി ഇങ്ങനെ പ്രചോദനം കൊടുക്കുന്നുണ്ട്. പിന്നെ വിശുദ്ധ കുർബാനയോടുള്ള അമിതമായ സ്നേഹം കൂടിക്കൂടി വരുന്നുണ്ട്. ഈശോയോടുള്ള സ്നേഹം കൂടിക്കൂടി വരുന്നുണ്ട്. ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ, അഗാധമായി സ്നേഹിക്കാൻ എന്നെ ഉടമ്പടിയിൽ എത്തിച്ചു. ഉടമ്പടി ധ്യാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ളൊരു ഉത്തരക്കടലാസാണ്. എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം പറയണം, എന്തെല്ലാം ഉടമ്പടി ജീവിതത്തിലായിരിക്കണമെന്നെല്ലാം അച്ഛൻ പറഞ്ഞു തരുമ്പോൾ അതെല്ലാം ഉൾക്കൊള്ളുവാനുള്ള അനുഗ്രഹം കിട്ടി. ഞാനൊരു തവണ ആലോചിച്ചു, റോസറി ഗ്രൂപ്പിൽ നമുക്ക് വേറെ ഏതെങ്കിലും ജപമാല ചെല്ലിയാലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആ ചൊവ്വാഴ്ച അച്ഛൻ പറയുന്നത് ജപമാലയോളം ശക്തി വേറൊന്നിനുമില്ല. അങ്ങനെ അപ്പോൾ ആ ഒരു ചോദ്യത്തിന് എനിക്ക് വീണ്ടും ഉത്തരം കിട്ടി. ജപമാലയാണ് ഏറ്റവും വലുത്. അപ്പോൾ ജപമാല തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇത് കിട്ടി. അങ്ങനെയാണ് എൻ്റെ ആത്മീയതലത്തിൽ ഒരുപാട് എനിക്ക് മുന്നേറാൻ പറ്റി. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോകുന്നതായിരുന്നു. അപ്പോൾ ആ പത്രം ഞാൻ ഫാർമസിയിൽ വരുന്ന പേഷ്യൻസിനെല്ലാം നല്ലൊരു പേഷ്യൻ്റ് കൗൺസിലിങ്ങും അവരുടെ അസുഖങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കുകയും പിന്നെ അവർക്ക് ആ പത്രം അവർക്ക് അസുഖം മാത്രമല്ല അവരുടെ ഭൗതിക തലത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമതകളുണ്ടെങ്കിൽ അവർ ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ അവർക്കൊരു ആശ്വാസമായിട്ട് ഞാൻ ഈ അമ്മ മാതാവിനെ പറഞ്ഞു കൊടുക്കുകയും അമ്മ മാതാവിൻ്റെ പത്രം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ആരെങ്കിലും സഹായം ചോദിച്ചു വരുമ്പം ഞാനത് ഒരിക്കലും നിരസിക്കാതെ ഞാൻ എന്നെപ്പറ്റി എനിക്ക് പറ്റുന്ന പോലുള്ള സഹായം ഞാൻ അവർക്ക് ചെയ്തുമായിരുന്നു. പിന്നെ യു എ എന്ന് പറഞ്ഞ കൺട്രി അനുസരിച്ച് നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളിൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. എൻ്റെ ഈ സാക്ഷ്യത്തെ പൂർണ്ണമായി ഈശോയ്ക്കും മാതാവിനും സമർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. 52-ാം സങ്കീർത്തനം 9-ാം തിരുവചനം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ജിബിത എന്ന ഈ സഹോദരി വലിയ ശക്തമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. ഓർത്തഡോക്സ് വിശ്വാസിയായ ഈ മകൾക്ക് പരിശുദ്ധ അമ്മയെ വളരെ ആഴത്തിൽ സ്നേഹിക്കുവാനും ഈശോയെ അനുഭവിക്കുവാനുമുള്ള ഒരു വലിയ സൗഭാഗ്യത്തെക്കുറിച്ചാണ് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളേക്കാൾ കൂടുതൽ അവർക്ക് ഏറ്റുപറയാനുള്ളത്. ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ ഉടമ്പടി നമ്മെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്, ഈശോയെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ള ഒരു വലിയ ജീവിത അനുഭവത്തിലേക്ക് ഇന്ന് ജീവിത എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു ചെറിയ ഉപദേശം ഇവിടെ നിന്ന് കേൾക്കുന്നതനുസരിച്ചാണ് ഈശോയെ വളരെ രുചിയോടുകൂടി അനുഭവിക്കുവാനുള്ള ഒരു വലിയ പ്രേരണ ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു തുള്ളി തേനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ജീവിതാനുഭവം, ഒരു വലിയ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഈ മകളിവിടെ ഏറ്റുപറയുകയുണ്ടായി. അങ്ങയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അത് തേൻകട്ടയേക്കാൾ മധുരമേറിയതാണെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ഫാർമസിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് മകൾ പറയുകയുണ്ടായി. ഒരു ഫാർമസിസ്റ്റായ മകൾക്ക് ഓസ്ട്രേലിയൻ ഇൻ്റർവ്യൂ വളരെ ലളിതമായ രീതിയിൽ 1-2 ചോദ്യങ്ങളിൽ വളരെ ശക്തമായി ആ ഒരു ഇൻ്റർവ്യൂ പാസ്സാകുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കുവാനും ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ ആസ്തി ആ മകൾക്ക് സാധിച്ചു കൊടുത്തു എന്ന് ഏറ്റുപറയുന്നു.
ഈശോയെ നാം എപ്പോഴൊക്കെയാണോ പ്രഖ്യാപിക്കുവാനായി തയ്യാറാകുന്നത്, അപ്പോൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളും വളരെ മധുരമുള്ളതായും വളരെ ലൈറ്റ് വെയ്റ്റനിങ്ങായും നമുക്ക് അനുഭവപ്പെടുന്നു. ഈ മകൾ തന്നെ പറയുകയുണ്ടായി, എനിക്ക് ഒട്ടും തന്നെ വളരെ സിസ്റ്റമാറ്റിക് ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ നിന്നെല്ലാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ വളരെ അർത്ഥവത്തായ ഒരു ഉടമ്പടി സാക്ഷ്യം ഈ മകൾക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത് ഈ മകളുടെ ജീവിതത്തിൻ്റെ ആസ്തിയാണ്. ആധ്യാത്മിക ആസ്തി ഈ മകൾക്ക് ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാൻ സാധിച്ചു. എപ്പോഴെല്ലാമാണോ ഈശോയെ പ്രഖ്യാപിക്കുവാനും ഈശോയെ ഏറ്റുപറയുവാനും സാധിച്ചത്, അതെല്ലാം ഈ മകൾ ആ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിൽ ഈ മകൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ലഭിച്ച വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.